ഗുഡ് മോർണിംഗ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ മാസം 10-ാം തീയതി ഞായറാഴ്ച ശരിക്കും നിങ്ങൾ രാവിലെ പള്ളിയിൽ പോകേണ്ട തിരക്കാണെങ്കിലും വൈകുന്നേരം വന്നിത് ഈ ശുശ്രൂഷ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം, വൈകുന്നേരമല്ല പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ഇത് ഉടനെ കൂടണം. കാര്യം ഇത് അന്നു വേണ്ട ആഹാരം പോലെ ഇന്ന് വേണ്ട കൃപകളാണ് ഈശോ തരണത്. ഈശോ മനസ്സിലത് ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് തോന്നണത്. കാര്യം ഉത്കണ്ഠകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈശോ പറയും, നാളത്തെ ഉത്കണ്ഠ മതിയല്ലോ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഉത്കണ്ഠകളെ നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധി കൊണ്ടുവരിക എന്ന അർത്ഥം കൂടി അതിനുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഈ മിസ് ചെയ്യാതിരിക്കാൻ നോക്കണം. ഓക്കെ, നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് 20-ാം വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അമ്മ നമുക്ക് ഈ ശുശ്രൂഷ തന്നത്. അതുകൊണ്ട് അമ്മയുടെ ഒരു ആവശ്യം കൂടിയാണ് ഈ പ്രാർത്ഥനയോട് നിങ്ങളെ നിലനിർത്തിക്കൊണ്ട് പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് അമ്മയോടൊപ്പം തുടരാം. എല്ലാവരും അമ്മയെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കുക. ഇന്ന് ആവശ്യമായ കൃപ ഓർക്കുക. അതാണ് അന്ന് വേണ്ട ആഹാരം എന്ന് പറയുന്നത്. അവർ ഡെയിലി ബ്രെഡ്. ഇന്ന് പോകുന്ന വഴികൾ, സഞ്ചരിക്കുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യാനുള്ള കാര്യങ്ങൾ, ഹോംവർക്കുകൾ, കുടിശ്ശിക വന്നു പോയിട്ടുള്ള ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ, ജീവിത ഉത്തരവാദിത്തങ്ങളെല്ലാം ഓർക്കുക. ചില കെട്ടിക്കിടക്കുന്നുണ്ടാകും. കുറേ നേരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ വെറുതെ പുസ്തകം എടുക്കുമ്പോൾ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഫയൽ എടുക്കുമ്പോൾ വേറെ ചിന്ത വരും, അല്ലെങ്കിൽ മൊബൈൽ നോക്കും, നമ്മൾ ഡീവേറ്റ്, നമുക്ക് ഇഷ്ടമില്ലാത്തതിനും നമ്മൾ ഡീവേറ്റ് ചെയ്ത് പോകണത്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു നമ്മുടെ ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ. അപ്പം അത് അമ്മയോട് പറയണം. അമ്മയുടെ മധ്യസ്ഥതയിൽ എൻ്റെ ഈ ഒരു അവസ്ഥ കൂടി കാഴ്ചവെക്കുമെന്ന് പറയണം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
നമ്മുടെ ഇന്നത്തെ വിഷയം ദൈവതിരുസ്ഥലിൻ്റെ കരയറ്റുകയാണ്. ഇതാണ് എൻ്റെ കാമ്പ് എന്ന് പറയുന്നത്, ക്രച്ച് എന്നൊക്കെ പറയുന്നത്. ഇതെൻ്റെ കാമ്പ്. ഇതിനു വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശുശ്രൂഷ തുടങ്ങിയത്. എന്ന് വെച്ചാൽ അന്നന്ന് നിങ്ങൾ യാത്രയാകും മുമ്പേ നിങ്ങളുടെ കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കരം നിങ്ങളുടെ ശിരസിൽ വെച്ചുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുന്നൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ ശിരസ് നമിച്ച് കൈകൾ കുപ്പി ശിരസ് നമിച്ച് കൈകൾ കുപ്പി ആദരവോടെയാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ആമേൻ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് അംഗീകരിക്കുന്നു, അതുപോലെ സംഭവിക്കട്ടെ, ദൈവം മഹത്വപ്പെടട്ടെ എന്നതിൻ്റെ അർത്ഥം. എൻ്റെ കർത്താവെ, ഞാൻ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കണമേ. കർത്താവെ, 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കൃപാസനത്തിൽ നടന്നിട്ടുള്ള എല്ലാ ആരാധനയുടെയും അടിസ്ഥാനത്തിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇന്ന് നവംബർ മാസമായി ഇന്ന് 10-ാം തീയതിയായി ഇന്ന് ഞായറാഴ്ച പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ച ഒത്തിരി തീരുമാനം എടുക്കുന്ന മക്കളുണ്ട്. അവരുടെ തീരുമാനങ്ങൾക്ക് അങ്ങനെ വിശുദ്ധ രക്തത്തിന് മുദ്ര നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നാളെ രജിസ്റ്റർ ഓഫീസിൽ പോകാനിരിക്കുന്നവരുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോകാനിരിക്കുന്നവരുണ്ട്, കോടതിയിൽ പോകാനിരിക്കുന്നവരുണ്ട്, ഓഫീസിൽ പോകാനിരിക്കുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് പോകാനിരിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകാനിരിക്കുന്നവരുണ്ട്. എല്ലാവരെയും കർത്താവ് ഇപ്പം അങ്ങയുടെ ദിവസം കൊണ്ടുവരുന്നു. രോഗികൾ, പീഡിതർ, സങ്കടക്കാർ, ഭാരമുള്ളവർ, ആർക്കും ഇനി ആശ്വസിപ്പിക്കാൻ പറ്റുന്ന നിരാശ കൊണ്ട് മനസ്സിടിഞ്ഞ് എഴുന്നേറ്റിട്ട് എന്തിനാ നേരം വിളിക്കണത്, ആർക്ക് വേണ്ടിയാണ് നേരം വിളിക്കണത് എന്നൊക്കെ ചിന്തിച്ചിട്ട് പിരാഗിക്കൊണ്ട് എഴുന്നേൽക്കുന്നവരുണ്ട്. വേദന കൊണ്ടാണ് ഈശോയെ. കർത്താവ്, വേദനപ്പെടുന്നവരെ ഞാൻ പ്രത്യേകം അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് വേദന സഹിച്ചവനാണ്, വേദന ഏറ്റെടുത്തവനാണ്. 2 തരത്തിൽ അങ്ങേക്ക് അവരെ സഹായിക്കാൻ കഴിയും. ഒന്ന്, അവർക്ക് അങ്ങയുടെ നാമം സഹിക്കാനുള്ള ശക്തി കൊടുക്കാം, അല്ലെങ്കിൽ അവരെ സുഖപ്പെടുത്താൻ കഴിയും, അല്ലെങ്കിൽ വേദന അവരിൽ മാറ്റാൻ കഴിയും. എന്തായാലും ഈശോ രോഗികളെന്ന് തൊടാതെ പോകരുത്. കാര്യം അത്രയ്ക്ക് അവർ വിഷമിക്കുന്നുണ്ട്. രോഗമായി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആരുമില്ല, എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത ഫീലിംഗ് ഉണ്ടാകുന്നത് രോഗമുള്ളപ്പോഴാണ്. അതുകൊണ്ട് തന്നെ രോഗികളെ കർത്താവ് സ്പർശിക്കണം. നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അനുഗ്രഹത്തിൻ്റെ വലതുകരം നീ അവരെ തുടരണം. അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി, അടിപ്പിണർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ഈ മക്കളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കോശങ്ങളെ കർത്താവ് സ്പർശിക്കട്ടെ. ഓരോ ഞരമ്പുകളെ, അസ്ഥിക്കുഴകളെ, ഇടറിപ്പോയ കാലുകളെ എല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ വീട്ടിൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ ഈ പ്രാർത്ഥന കൂടി നിന്ന് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ മഹാത്ഭുതങ്ങൾ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധമായ രക്തത്താലും കുരിശിനാലും വീണ്ടെടുക്കപ്പെട്ട മഹാകൃപയുടെ അവകാശികളാകാൻ വിളിക്കപ്പെട്ട മക്കളുടെ വിശ്വാസികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചിന്തട്ടെ. അമ്മയെ, പരിശുദ്ധ അമ്മയെ കാനായിലെ കല്യാണത്തിൽ വെച്ചാണ് അമ്മ അവിടുത്തെ ഇല്ലായ്മയും വല്ലായ്മയും മനസ്സിലാക്കിയപ്പോൾ അത് മാതാ ഈശോയോട് പറയേണ്ട ഒരു വിഷയമായിട്ട് അതിന് ഉയർത്തിക്കൊണ്ട് ഗൃഹപ്രസംഗങ്ങൾ കർത്താവിനെ ശ്രദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ചുമതലപ്പെടുത്തിയ അമ്മയെ എല്ലാ അടുക്കളയിലും, എല്ലാ അരങ്ങത്തും, എല്ലാ അങ്കണങ്ങളിലും അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം. അമ്മ ഉടമ്പടിയെടുത്തിരിക്കുന്ന എല്ലാവരുടെയും കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം മഴവില്ലായി സുഗന്ധാഭിഷേകമായി അനേകം മക്കൾ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യരും സാന്നിധ്യം, ഉടമ്പടിയുടെ ഏറ്റവും വലിയ ഭാഗമായ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ സഞ്ചാരങ്ങൾ, നിങ്ങളുടെ സന്ദർശനങ്ങൾ, നിങ്ങളുടെ ഓരോ സംരംഭങ്ങൾ കർത്താവ് ആശീർവദിക്കുകയും നിങ്ങളുടെ എല്ലാ ഇടങ്ങളിലും കണ്ടുമുട്ടുന്ന വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എല്ലാം കർത്താവ് നിറഞ്ഞിട്ട് നിങ്ങളെ ഏറ്റവും പേടിപ്പെടുത്തുകയും ഉത്കണ്ഠപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ എല്ലാം കർത്താവ് നിറഞ്ഞു നിൽക്കുകയും ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവ നിങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുക. ഇന്നത്തെ ദിവസം മുഴുവനും ഉറങ്ങുന്നത് വരെ ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളും കാഴ്ചപ്പാട് കണ്ട് മനസ്സിലാക്കുവാനും വിസ്മയിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ സുവിശേഷത്തെ സാക്ഷിയാകുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധ സർവീശ്വരായി നയിക്കും. ആമേൻ. നമ്മൾ ഇന്ന് നവംബർ 10-ാം തീയതി ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം ഇന്ന് എടുക്കാൻ പോകുന്ന വചനങ്ങൾ അതായത് പല ആൾക്കാരും പഴയ കാര്യങ്ങളെ ഓർത്തിട്ടാണ് നമുക്ക് നിരാശ വരുന്നത്. എന്താണ്? അതായത് നേറിപ്പോയിട്ടുള്ള ആശകളാണ് നിരാശയായിട്ട് വരുന്നത്, പണ്ടത്തെ വിഷയങ്ങളുടെ പേര്. പക്ഷേ ദൈവത്തിൻ്റെ സ്വഭാവം നിങ്ങൾ അറിയണത്, നിങ്ങളെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആവലാതിപ്പെടേണ്ട എന്നുള്ള
ഒരു ചിന്തയാണ് ഈശോ നമുക്ക് നൽകുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഐസയ്യ 43:18. യേശയ്യ 43:18-19. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാണ് സംഭവം. അതായത് ഡോണ്ട് മൈൻഡ് കഴിഞ്ഞാൽ അത് പരിഗണിക്കണമെന്നാണ് പറയണത്. കഴിഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ പരിഗണിക്കേണ്ട. അത് ആ വചനത്തിലേക്ക് വരാം. ഓക്കെ. ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഇത് എന്ത് സംഭവം? ഇപ്പം ഈ വചനം എടുക്കാൻ കാര്യം എന്താ അറിയാമോ? ഇന്നലെ കൃപാസനത്തിൽ ഒരു സാക്ഷ്യമുണ്ടായി. അപ്പം അവർ പറഞ്ഞ 10 കൊല്ലമായിട്ട് അവർക്ക് മക്കളില്ല. 10 കൊല്ലം. നമുക്കറിയാം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു കേരളത്തിൽ തന്നെയും വിദേശ രാജ്യങ്ങൾ കിട്ടുന്ന അതേ ചികിത്സയൊക്കെ കേരളത്തിൽ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ IVF അങ്ങനെ കുറേ ചികിത്സകൾ നമ്മൾ ചെയ്യണതാണ്. അപ്പം അങ്ങനെയുള്ള ചികിത്സകളെല്ലാം ചെയ്തതിന് ശേഷം നിരാശപ്പെട്ട് സ്പേം ഉണ്ടെങ്കിൽ മാത്രമല്ല എടുത്ത് IVF ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് നിരാശ വരും. അപ്പം ഈ കുഞ്ഞെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ചെയ്യണത്? അവരുടനെ പഴയ കാര്യം, പല മെഡിക്കൽ അറ്റംപ്റ്റുകൾ, തോറ്റുപോയ കാര്യം, പരാജയപ്പെട്ട കാര്യം, ഈ 10 കൊല്ലം മുഴുവനല്ലേ ഈ പേപ്പർ ഇട്ടിട്ട് നോക്കിയിട്ട് പ്രഗ്നൻ്റ് അല്ലെന്ന് അറിയണ കാര്യം, അതാണ് പഴയ കാര്യം. അപ്പോൾ അതൊരു പേപ്പർ കാണുമ്പോൾ തന്നെ, പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ പേപ്പർ കാണുമ്പോൾ തന്നെ മുഖത്ത് കാണാൻ പറ്റും നിരാശ. എന്താ കാര്യം? ഇതും ഇതും അധോഗതിയാണ്. അപ്പോൾ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന അധോഗതി അവരുടെ വിശ്വാസത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈശോ പറയണത്, പഴയ കാര്യങ്ങൾ നീ ഓർക്കണ്ട, ഒരു പുതിയ കാര്യം ചെയ്യുമെന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. ദൈവത്തിന് ഏത് സമയത്തും പുതിയ കാര്യം ചെയ്യാൻ പറ്റും. കർത്താവ് എന്താ പറഞ്ഞത്? ഇപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷമില്ലേ 3:9, ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. പഴയ കാര്യം ആണത്. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ട് എന്ന കാര്യം ഓർത്തിട്ട് അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് അഭിമാനമാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ലെന്നാ പറയണത്. എന്താ കാര്യം? ഈ കല്ലുകളിൽ നിന്ന് എബ്രഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. അതാണ് സംഭവം. ദൈവത്തിന്റെ കഴിവിലാണ് വിശ്വസിക്കേണ്ടത്. നീ എപ്പോഴും പുതിയ കാര്യങ്ങൾ സംഭവിക്കണത് എങ്ങനെയാണ്? ദൈവത്തിന്റെ കഴിവിലാണ്. കഴിവ് ഭയങ്കരമായിട്ടൊരു വാക്കാണ് ബൈബിളിൽ. എന്താണ്? അവൻ്റെ നാമത്തിൽ എഴുന്നെടുത്ത് യോഹന്നാൻ 1:12 എടുത്ത് ശ്രുതിക്കടലിയ യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അതായത് ദൈവം നമുക്ക് വിശ്വാസം പോലൊരു കഴിവാണെന്ന് പറയണേ. വലിയ കപ്പാസിറ്റിയാണ്. കഴിവത്തെ കപ്പാസിറ്റി. ഫെയ്ത്ത് ഈസ് എ കപ്പാസിറ്റി എന്നാണ് ബൈബിളിൻ്റെ വെളിപാട്. നോക്കിയേ, അതുകൊണ്ട് ഈ വിശ്വാസം ആർജിക്കുന്നതാണ് ഈ ലോകത്തിലുള്ള പരാജയങ്ങളെ നമ്മുടെ കഴിവ് കെട്ടവരാക്കുന്ന നമ്മളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, നമ്മുടെ ഐസയ്യ 43:18 പറയണത്, കഴിഞ്ഞ കാലങ്ങൾ നിങ്ങളെ ഓർത്താൽ നിങ്ങൾ കഴിവ് കെട്ടവരാകും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക. കാര്യം എന്താണ്? 3:19 ഈ കല്ല് നിന്ന് പോലും, കല്ലാണ് നീ, നിന്റെ ഗർഭപാത്രം കല്ലാണ്, നിന്റെ ഭർത്താവിന് ബീജമില്ല, കണ്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റണില്ല, നിന്റെ ബോഡി ഒരു വന്ധ്യത്വം നിറഞ്ഞതാണ്. പക്ഷെ അതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. കൃപാസനത്തിൻ്റെ സ്ഥിതി അറിയാമോ? 23 വർഷമായിട്ട് മക്കളില്ലാത്തവർ തൊട്ടിങ്ങോട്ട് 10 വർഷം മക്കളില്ലാത്തവർ എത്രയോ 100 കണക്കിന് കുഞ്ഞുങ്ങളെയാണ്. ഒരു കുഞ്ഞിനെ ചോദിക്കുമ്പോൾ 14 വർഷമായിട്ട് മക്കളിലായിരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കണ്ണിനോട് ചോദിക്കുമ്പോൾ ഉടമ്പെടുക്കുമ്പോൾ അവർ 3 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇടത്തുമായിരുന്നു എന്ന് സാക്ഷ്യം പറഞ്ഞത്. ഇതൊരു സങ്കല്പമല്ല, നമ്മൾ തൊട്ടറിവാണ് ശരിക്കും പറഞ്ഞാൽ. ടാഞ്ചിബിൾ ഗോഡ്. ഈ കൃപാസന ലോകത്തോട് പറഞ്ഞത് എന്താണ്? ഗോഡ് ഈസ് സോ ടാഞ്ചിബിൾ. ദൈവം സ്പർശ്യമാണ്. ബൈബിൾ പറഞ്ഞത് എന്താണ്? ദൈവം സ്നേഹമാണെന്ന്. അതിൻ്റെ പുതിയ കാല വേർഷനിലൂടെ ദൈവം കൃപാസനത്തിലൂടെ പറഞ്ഞത് എന്താണ്? ദൈവം സ്പർശ്യമാണ്. ദൈവം ഗോഡ് ഈസ് സോ ടാഞ്ചിബിൾ. അപ്പം നിൻ്റെ ദൈവം നിൻ്റെ കര ഗ്രഹിച്ചുകൊണ്ട് നിൻ്റെ കല്ലുകളിൽ നിന്ന് പോലും, നിൻ്റെ പ്രതീക്ഷ നശിച്ച ഇനി അവിടെ വർക്ക് ചെയ്തിട്ട് കാര്യമില്ലെന്ന് വിചാരിക്കുന്നത് പോലും നിനക്ക് ദൈവത്തെ പ്രത്യാശയോടെ കൊണ്ടുവരാൻ കഴിയും. അതാണ് ഐസയ്യ 43:10 പറയുന്നത്. ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകണം.
അതുകൊണ്ട് ദൈവത്തിൻ്റെ പുതിയ കാര്യം ചെയ്യാൻ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോടെ വിശുദ്ധിയോടെ ദൈവത്തിൻ്റെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ദിവസം നിങ്ങളെ പ്രത്യേകം സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.